ഓതാൻ അറിയില്ല ഉസ്താദേ, ഞാൻ മദ്രസയിലൊന്നും പോയിട്ടില്ല. എന്നാൽ ഖുർആൻ വെറുതെ നോക്കിയിരിക്കണം. ഓരോ പേജും ജസ്റ്റ് ഇങ്ങനെ മറിച്ച് വിടുക, വെറുതെ ഇങ്ങനെ നോക്കി ഓരോ വരിയിൽ നോക്കുക, കൂലി കിട്ടും. വല്ലദീ യതകഅഉ ലഹു അജ്റാൻ, വിക്കി വിക്കി ഓതുന്നവന് 2 കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പരിശ്രമിക്കുക. നീ ഓതാൻ അറിയില്ലേ, വെറുതെ നോക്കിയിരിക്കുന്നതിൽ കൂലി നൽകുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. കുറച്ച് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ്. ഉമ്മയുടെ മുഖത്ത്, വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. മറ്റൊന്ന് സംസം വെള്ളം, ജസ്റ്റ് അതിലേക്കൊന്ന് നോക്കണം കുടിക്കുന്നതിന് മുമ്പ്, നോക്കൽ കൂലി. അവിടെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ്. പവിത്രമാക്കപ്പെട്ടതാകുന്ന കഅബ നോക്കിയിരിക്കൽ കൂലിയാണ്. തവാഫ് കഴിഞ്ഞു, ആ കഅബയുടെ പരിസരത്ത് വന്ന് ദൂരെ മാറി നിന്നിട്ട് മത്താഫിലെവിടെയെങ്കിലും നിന്നിട്ട് കഅബ ജസ്റ്റ് നോക്കിയിരിക്കൽ കൂലിയാണ്. കറുത്ത പടവുകളാണ്, ആയിക്കോട്ടെ, നോക്കിയിരിക്കൽ. ആ കഅബയിലേക്ക് നോക്കിയിരിക്കൽ കൂലിയാണ്. നിന്റെ കണ്ണിൻ്റെ കുളിർമ. വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെ ഗേഹമായി ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ആ വിശുദ്ധമായ ഗേഹത്തിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. അടുത്തത് വിശുദ്ധമായ മുസ്ഹഫ്. നിന്റെ വീട്ടിലുണ്ടല്ലോ, ആ ഖുർആൻ എടുത്ത് വെറുതെ ഒളു എടുത്തിട്ട് കിബിലക്ക് അഭിമുഖമായിരിക്കൻ നോക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോമിനീങ്ങളെ, നമ്മൾ ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തവരാണ്, നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്തവരാണ്, ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ്. എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയമില്ലയോ? ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹു. ആരാണ് ഉസൈദ് ബിൻ ഹുളൈറ? ബഹുവന്നരാകുന്ന ഒരു സഹാബിയെ കൊണ്ടുവന്ന് ജനങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ കൊണ്ടുവന്ന് മറവാടാ തുനിയുകയാണ്. ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹു ഖബറിന്റെ സമീപത്തുണ്ട്. സഹോദരങ്ങളെ, ഖബറിന്റെ സമീപത്ത് നിലകൊള്ളുന്നതാകുന്ന ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റേതാകുന്ന ഭീകരത ചിന്തിക്കുകയാണ്. ആർക്ക് നാലാകുന്ന ഖബറിന്റേതാകുന്ന ഭീകരത ചിന്തിച്ചുകൊണ്ട് ഫസയഖ ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് മറിഞ്ഞു വീഴുകയാണ്, ബോധരഹിതനായി വീഴുകയാണ്. മറ്റൊരാളെ ഖബറടക്കുന്നത് കണ്ടിട്ട് ഖബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ബോധം കെട്ടി വീഴുന്നതായ ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ആ സ്വഹാബിയെ പോയി ഖബറടക്കുകയാണ്. ഏതൊരു മനുഷ്യനാണോ മരിച്ചു പോയത്, അദ്ദേഹത്തെ ഖബറടക്കിയതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്നതാകുന്ന മയ്യത്ത് കട്ടിലിൽ ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹുവിനെ കടത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായതല്ല, ബഹുമാനപ്പെട്ടവർ മരിച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം ഖബർ കണ്ടിട്ട് പേടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായി വീഴുകയാണ്. നമ്മൾ ഇന്ന് ഖബർ കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണ്. ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ മടിയില്ലാത്ത യുവാക്കളാണ്. വാപ്പ മരിക്കുന്ന സമയം, ഉമ്മയെ കൊണ്ടുപോയി ഖബറടക്കുന്ന സമയം ആലിമീങ്ങളും സാദാത്യങ്ങളും മുത്തഅല്ലിമീങ്ങളും ചേർന്നിരുന്നുകൊണ്ട് ആ ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് തൽഖീൻ ചൊല്ലുമ്പോ, തസ്ബീഹ് ചൊല്ലുമ്പോ, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, എന്റേതാകുന്ന ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ആലിമീങ്ങൾ വന്നിട്ടുണ്ട്, മുത്തഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, ഖബറിനെ കുറിച്ച് പേടി എവിടെയാണ്? ഖബറിനെ കുറിച്ച് നമുക്ക് എവിടെയാണ് ഭയമുള്ളത്? ആ ഖബറിന്റെ സമീപത്ത് നിന്ന് ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. ഉറക്കിൽ എഴുന്നേറ്റ ബഹുമാനപ്പെട്ടവർ ഖുർആനോത്തിന്റെ പിടിയിലകപ്പെടുകയാണ്. ജീവിതം മുഴുവനും ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടിയാണ്. മുസ്ലിമേ, മുസ്ലിമത്തെ, ഖുർആൻ നമ്മൾ കൈകൊണ്ടിന്ന് തൊടാത്തതാകുന്ന അവസ്ഥയാണ്. വീടിന്റെ അകത്തലങ്ങൾ TV സ്റ്റാൻഡുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, പള്ളിയുടെ അകത്തലങ്ങൾ വൈദ്യത്തുകൊണ്ട് സെൽഫുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, ആ മനോഹരമായ ഖുർആൻ എന്തിനു വേണ്ടിയാണ് പടക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ഇറക്കപ്പെട്ടത്? അത് ഓതാൻ വേണ്ടിയാണ്. എന്തേ മനുഷ്യ നീ ഓതാത്തത്? നിന്റെ ജീവിതത്തിൽ ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ്? ഇന്നത്തെ പ്രഭാതം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരാഴ്ച പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു മാസം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പോലും വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടാത്തതാകുന്ന എത്രയോ മുസ്ലിമീങ്ങൾ, എത്രയോ പാവപ്പെട്ട മുസ്ലിമത്തുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി കുമ്മന ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഖുർആനോദനേ, ഖുർആനൊന്നോദനേ, ഹൃദയം തെളിയാൻ കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ നിലകൊള്ളുകയാണ്. പാതിരാത്രി സമയമായി, ലോകം മുഴുവനും ഉറങ്ങുന്ന സമയമായി, നിർനിദ്രനായി വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളവേ ബഹുമാനപ്പെട്ടവർ കാണുന്നു, തൊട്ടടുത്ത് തന്റെ കുതിര ആലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കുതിര അതാ അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് അതിശക്തമായി ശബ്ദമിടുകയാണ്, അതിശബ്ദമായി ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് താഴെ കാഞ്ഞ് ചവിട്ടുന്നതായി കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതൽ നിർത്തുകയാണ്, അടുത്തേക്ക് ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. വീണ്ടും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കടന്നു വന്നതാകുന്ന സ്വഹാബിക്ക് പരിവർത്തനം അല്ലാഹു നൽകുകയാണ്. ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ്. നാളെ പാരത്രിക ലോകത്തെ എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ വിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കാൻ തയ്യാറാവുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് വീണ്ടും നിലകൊള്ളവേ ബഹുമാനപ്പെട്ടവർ നോക്കുത്ത തന്റെ കുതിരയത് അതിശക്തമായ നിലയിൽ ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന ആലയിൽ കടന്നുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് അട്ടഹസിക്കുന്നതാകുന്ന കുതിരയുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഓതൽ നിർത്തിക്കൊണ്ട് അതിനെ ആശ്വസിപ്പിക്കുകയാണ്, അതിനെ സമാശ്വസിപ്പിക്കുകയാണ്. വീണ്ടും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ തുറന്നുകൊണ്ട് ഓതുമ്പോ ആകാശത്ത് നിന്നൊരു പ്രകാശം കാണുകയാണ്. ആ പ്രകാശം ഇതാ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക്, അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിലേക്ക്, ചെറിയ കുടിലാണ് ഉസൈദ് ബിൻ ഹുദൈറിന്റെ, മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ചെറിയ പ്രകാശം കാണുകയാ. ആകാശത്തിന്റെ സീമകളിൽ നിന്ന് കാണുന്നതാകുന്ന വലിയതാകുന്ന പ്രകാശം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വല്ലാതെ അന്താളിച്ചു പോയി. നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് കുതിര രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുന്നത്. ഓടി നോക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന യഹ്യ എന്ന പൊന്നുമോന് ആ കുതിരയുടെ സമീപത്ത് പോയി നിൽപ്പുണ്ട്. കുതിരയെങ്ങാനും ചാടിയിട്ട് തന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ മടക്കി വെച്ചുകൊണ്ട് ഓടിച്ചെന്നുകൊണ്ട് യഹ്യ എന്ന പൊന്നുമോനെ എടുത്തുകൊണ്ട് വരികയാണ്. ആ കുതിരയെ ആശ്വസിപ്പിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളി കേട്ടപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ഉസൈദ് സുബഹി നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിയോട് കാര്യം പറയുകയാണ്. തലേ രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി റസൂലേ, എന്താണ് റസൂലേ അതിനുള്ള കാരണം? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ആകാശ സീമകളിൽ നിന്ന് നീ കണ്ട പ്രകാശം നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, തനസ്സലുൽ മലായികതു വറൂഹു ഫിഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിന് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങാതെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിന്റെ ഒറ്റയത്ത രാവുകൾ ഇബാദത്ത് എടുക്കാൻ സജ്ജരാകുന്നവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, ആ ലൈലത്തുൽ ഖദ്റിൽ ഉറങ്ങാതെ ഉറക്കമുടിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ്. ആ രാവിൽ പ്രഭാതം വരെ മലക്കുകൾ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് നിൽപ്പാണ്. അതൊന്ന് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ലൗ ഖറഅത ഹത്തൽ ഫജ്ർ, നീ പ്രഭാതം വരെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടിരുന്നുവെങ്കിൽ ആ മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്റെ വീട്ടിൽ നിറഞ്ഞേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു, മലക്കുകളെ നിന്റെ വീട്ടിൽ കാണാമായിരുന്നു. ഉസൈദേ, നിന്റെ ഖുർആനോത്തിന്റെ ശക്തി കാരണമായിട്ടാ നിന്റെ വീട്ടിലേക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരുന്നത്. ആ മലക്കുകളുടെ വരവ് കണ്ടുകൊണ്ട് ആഹ്ലാദ ചിത്തരായിട്ടാണ്, കുതിരത് മനസ്സിലാക്കിയിട്ടാണ് കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് ചാടിയത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ ഉമ്മമാരെ. നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ മലക്കില്ല. നമ്മുടെ വീട്ടിൽ തസ്ബീഹ് മാലയുണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിൽ ദിക്റില്ല. നമ്മുടെ വീട്ടിൽ
വീട്ടിൽ മലക്കുകൾ കടന്നു വരുന്നില്ല. ഖുർആനിന്റെ വീടല്ല നമ്മുടെ വീട്. ഖുർആൻ ഇല്ലാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. ഖുർആൻ ഇല്ലാത്തതെന്നല്ല, വല്ലദീ ലാ യഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതലുണ്ടോ? യാസീൻ ഓതലുണ്ടോ? വാഖിഅ സൂറത്ത് ഓതലുണ്ടോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവരുണ്ടോ? പൈശാചിക ഉപദ്രവമുണ്ട് ഉസ്താദേ എന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ ഒരിക്കലും പിശാച് കടക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റസൂലുള്ളാഹിയുടെ വാക്ക് തൃണവൽക്കരിച്ചുകൊണ്ട് നിലകൊള്ളരുതേ മുസ്ലിമേ, മുസ്ലിമത്തേ. എൻ്റെ ഭാര്യയ്ക്ക് പൈശാചികതയാണ് ഉസ്താദേ, എൻ്റെ പെങ്ങൾക്ക് പൈശാചികതയാണ് ഉസ്താദേ, എൻ്റെ മകൻ എൻ്റെ മകൾക്ക് എനിക്ക് പൈശാചികതയുണ്ട് എന്ന് വിളംബരം നടത്തുന്ന മുസ്ലിമേ, മുസ്ലിമത്തേ, എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ ഒന്ന് പാരായണം ചെയ്തു നോക്ക്. വേണ്ട ആഴ്ചയിൽ ഒന്ന് പാരായണം ചെയ്യ്. പിശാച് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതണം. നമ്മൾ ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ല, പിന്നെ അങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ദുനിയാവിന്റെ പിറകെ പോയിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ്. നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ്. മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല. റസൂലുള്ളാഹി പറയാണ്, എന്ത് നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളെന്താ ഭയക്കുന്നത്? ദാരിദ്ര്യം ഭയക്കാണ് അല്ലേ? നബി തങ്ങൾ പറയുന്നു, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലാഹുവിനെ തന്നെ സത്യം, നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. മറിച്ച് ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ? വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത അലാ മൻ കാന ഖബ്ലകും. മുൻഗാമികളാകുന്ന ആളുകൾക്ക്, ഖാറൂനിന്, നമ്രൂദിന്, ഫിർഔനിന്, ഹാമാനിനടക്കം അല്ലാഹു കൊടുത്തിരിക്കുന്നതാകുന്ന ദുന്യവിയാകുന്ന ആസ്വാദനങ്ങൾ കൊടുത്തതുപോലെ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ ഇഷ്ടപ്പെടലാണ്. അതിനോടുള്ള താല്പര്യമാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ദുന്യാവിൽ ആഘോഷങ്ങൾക്കപ്പുറം രണ്ട് പെരുന്നാൾ നിങ്ങൾക്ക് ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലിപെരുന്നാൾ. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കല്യാണം നിങ്ങളൊരാഘോഷമാക്കി. ആ കല്യാണത്തിൻ്റെ ഒരു മാസം മുമ്പ് ആഘോഷങ്ങളാണ്. മഞ്ഞ കല്യാണം എന്ന പേരിൽ എത്രയെത്ര ഡ്രസ്സുകളാണ് നിങ്ങൾ വാരിക്കോരി കൂട്ടുന്നത്. എല്ലാവരും കല്യാണത്തിൻ്റെ സുദിനത്തിൽ ഒരേ ഒരു ഡ്രസ് കോഡാണ്. ഭർത്താവിനൊരു ഡ്രസ്സ്, ഭാര്യയ്ക്കൊരു ഡ്രസ്സല്ല. ഒരു വീട്ടിലുള്ളവരെല്ലാവരും ഒരേ നിറത്തിൽ, എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ്. ഇത് ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് ഇലാ യൗമുൽ ഖിയാമ ധരിക്കാനും പറ്റൂല. ആ രീതിയിലുള്ള ഡ്രസ് കോഡാണ്. എല്ലാവർക്കും വിവിധങ്ങളാകുന്ന വസ്ത്രങ്ങളാണ്, വിവിധങ്ങളാകുന്ന കളിക്കോപ്പുകളാണ്, വിവിധങ്ങളാകുന്ന ഗാനമേള ട്രൂപ്പുകളാണ്, വിവിധങ്ങളാകുന്ന പാട്ടരങ്ങുകളാണ്, വിവിധങ്ങളാകുന്ന ഭക്ഷണ പാർട്ടികളാണ്. എല്ലാം ധൂർത്തും ദുർവ്യയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പൈസയൊന്നുമില്ല, 5 പൈസയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഗരിമ കാണിക്കാൻ മകളുടെ കല്യാണം നാട്ടുകാരൊക്കെ അറിയണം, എല്ലാവരും ഞെട്ടണം. അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ വാപ്പ ലോൺ എടുത്തിരിക്കുകയാണ് ബാങ്കിൽ നിന്ന്. പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് പൊടിക്കാൻ. ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് അതാണ്, ദുന്യാവാണ് ഭയക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി ഭയന്നത് തന്നെ സംഭവിച്ചു ഇന്ന്. എന്നിട്ട് നബി പറയാൻ നിർത്തുന്നില്ല, ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ, ഖാറൂനും നമ്രൂദും ഫിർഔനും ഹാമാനും ശദ്ദാദും ഒക്കെ എത്രമാത്രം
എത്രമാത്രം താല്പര്യം സമ്പത്തിനോട് കാണിച്ചോ അതേപോലെ നിങ്ങളും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമേ, അതിനുവേണ്ടി മത്സര്യ ബുദ്ധിയോടുകൂടി നിങ്ങൾ നിലകൊള്ളുമേ. 1 ലക്ഷം രൂപ കൊണ്ട് മതിയാക്കാമെന്ന് നിങ്ങൾ കരുതുകയില്ല. 2 ലക്ഷം വേണം, 2 ലക്ഷം കിട്ടുമ്പോൾ കരുതും 3 ലക്ഷം വേണം, 3 കിട്ടുമ്പോൾ അത് 10 വേണം, 10 കിട്ടുമ്പോൾ അത് 20 വേണം, 20 കിട്ടുമ്പോൾ അത് 40 വേണം, 40 കിട്ടുമ്പോൾ അത് 60 വേണം, 60 കിട്ടുമ്പോൾ അത് 1 കോടി വേണം. ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് നിങ്ങൾ പോകുമേ, നിങ്ങൾ ഭൗതികത്തോട് മത്സരിക്കുമേ. ഇത് തന്നെയാണ് മുൻഗാമികൾ ചെയ്തത്. മുൻഗാമികളാകുന്ന ആളുകൾ മത്സരിച്ചതും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം മാ ഇന്ന മഫാതിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ളതായ നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധനികനുണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ. 2 വലിയ ലോറി, പാണ്ടി ലോറി നമ്മൾ പറയും, നാഷണൽ പെർമിറ്റ് ലോറി വഹിക്കുന്ന ഭാരം വഹിക്കും ആര്? ഒരൊട്ടകം വഹിക്കും, വലിച്ചുകൊണ്ട് പോകും, ഒരു കുഴപ്പമില്ല, ഒട്ടകത്തിന് സാധിക്കും. അപ്പൊ 72 ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വൈഡൂര്യത്തിൻ്റെയും മാണിക്യത്തിൻ്റെയും ഒക്കെ താക്കോലല്ല, അതിൻ്റെയൊക്കെ കലവറകളല്ല, അതിൻ്റെയൊക്കെ താക്കോൽ കൂട്ടം. അപ്പം എത്രയാണ് താക്കോലാണ് ഈ പറയുന്നത്. മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു 72 ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ളതാകുന്ന വലിയതാകുന്ന സൂക്ഷിപ്പിൻ്റെ നിധികുംഭാരത്തിൻ്റെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. ആർക്ക്? ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിക്ക്. അങ്ങനത്തെ പണക്കാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് മനസ്സിലായിക്കോ. അങ്ങനത്തെ ധനികരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. ഖുർആൻ പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലായിരുന്നു ഖാറൂൻ എന്ന് പറയുന്ന ഈ ധനികനുണ്ടായിരുന്നത്. മിനിറ്റിന് ഡ്രസ്സ് മാറുന്ന വ്യക്തിയാണ്, മിനിറ്റിന് ചെരുപ്പ് മാറുന്ന വ്യക്തിയാണ്. ഇടുന്നതെല്ലാം സ്വർണമാണ്, കഴിക്കുന്ന പാത്രവും സ്വർണം, കുടിക്കുന്ന ഗ്ലാസ് സ്വർണം, എല്ലാം സ്വർണത്താൽ നിറയ്ക്കപ്പെട്ടതാണ്. മനോഹരമാകുന്ന കൊട്ടാരം മുത്തിനാലും പവിഴത്തിനാലും സ്വർണത്താലും വൈഡൂര്യത്താലും മാണിക്കത്താലും നിർമ്മിക്കപ്പെട്ടതാകുന്ന കൊട്ടാരത്തിനുള്ളിൽ ആയിരക്കണക്കിന് പരിചാരകർക്കിടയിൽ വലിയ സന്തോഷവാനായി കഴിഞ്ഞിരുന്നതായ ഖാറൂൻ ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാർക്ക് സമ്പത്ത് കൊടുത്തിട്ട് വില പറയുകയാണ്. നാട്ടിലുള്ള യുവാക്കൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് പറയുകയാണ്, പോയി ഇഷ്ടം പോലെ അന്യ സ്ത്രീകളുമായി പെരുമാറിക്കോ, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തിക്കോ, വഴങ്ങാത്തവർക്ക് പണം കൊടുത്തോ, സ്വർണം വാരിയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആത്മീയത കളഞ്ഞു കുളിച്ചതാകുന്ന ഖാറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചപ്പോ 72 ഒട്ടകങ്ങൾ. സമ്പത്തുള്ളവരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് പരിശുദ്ധമായ ദീനിന് ഉപകരിക്ക്. ഗാനമേള ട്രൂപ്പുകൾക്ക് നിങ്ങൾ കൊടുക്കാതെ, അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമാറ്റിക് ഡാൻസ് നടക്കുന്നതാകുന്ന പരിപാടികൾക്ക് നിങ്ങൾ നൽകാതെ, ആത്മീയമാകുന്ന മജ്ലിസുകൾക്ക് നിങ്ങൾ ചെലവഴിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിൽ നിങ്ങൾ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരൂല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരനായ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കെട്ടിട സമുച്ചയങ്ങളെയും കോടികൾ വില മതിക്കുന്നതാകുന്ന കെട്ടിട സമുച്ചയങ്ങളെയും അല്ലാഹു ഭൂമി പിളർന്നിട്ട് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ. പണം കൊണ്ട് അഹങ്കരിച്ചവരെല്ലാം അല്ലാഹു നശിപ്പിച്ചില്ലയോ? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. അബൂജഹലിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, സ്വന്തം ഐശ്വര്യവാനായി ധരിച്ചിരുന്ന വ്യക്തിയല്ലയോ അബൂജഹൽ? വലിയ ധനാഢ്യനായിരുന്നില്ലയോ? മക്കയിലെ കുഫാറുകളുടെ തലവനായിരുന്നില്ലയോ? ആ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചതുകൊണ്ടാണല്ലോ റസൂലുള്ള പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുജൂദിൽ കിടക്കുന്ന പരിശുദ്ധ പ്രവാചകന്റെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട് റസൂലുള്ളയെ ബുദ്ധിമുട്ടിച്ചതാകുന്ന വ്യക്തിയല്ലയോ? എവിടെ പോയി
അബൂജഹൽ എവിടെ പോയി, അബൂലഹബ് എവിടെ പോയി, എവിടെ പോയി ഹാമാൻ എവിടെ പോയി, എവിടെ പോയി ശദ്ദാദ് എവിടെ പോയി? ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ശദ്ദാദ് അന്ന് വലിയ സ്വർഗം നാട്ടിൽ പണിതവനല്ലയോ? എല്ലാരെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണം നടത്തിയതാകുന്ന ഫിർഔൻ എവിടെ പോയി, നമ്രൂദ് എവിടെ പോയി? സഹോദരങ്ങളെ പറയൂ സഹോദരാ, എല്ലാവരെയും അല്ലാഹു ഉന്മൂലനം ചെയ്തു. എന്താണ് കാരണം? സമ്പത്തിൻ്റെതാകുന്ന സോപാനത്തിൽ വിരാജിച്ചപ്പോ അല്ലാഹു നൽകിയ സമ്പത്താണെന്നുള്ള കാര്യം മറന്ന് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാരംഭരക്ക് അവലംബമാകാതെ ഔലിയാക്കളെ സ്നേഹിക്കാതെ അമ്പിയാക്കളെ ആദരിക്കാതെ മഹാന്മാരെ ബഹുമാനിക്കാതെ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചുകൊണ്ട് നടന്നവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെ അല്ല സ്വഹാബ, ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല. മറിച്ച് ഞാൻ ഭയക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കൂടിപ്പോകുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആസ്വാദനങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല, ഫതുഹ്ലികകും കമാ അഹ്ലകതും, മുൻഗാമികളാകുന്ന ഖാറൂനും ഹാമാനും ശദ്ദാദും ഒക്കെ നശിച്ചതുപോലെ സമ്പത്തിൻ്റെതാകുന്ന ആധിക്യത്താൽ അള്ളാനെ മറന്ന് ജീവിച്ചപ്പോൾ അവരെ അള്ളാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളും ഈ ഭൗതിക ലോകത്ത് നശിച്ചു പോകുമേ. അതാണ് ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 50 രൂപയുടെ ബിരിയാണി പൊതിയുടെ വില പോലും നമ്മൾ നിസ്കാരങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്നാമത്തെ സഫിന്റെ വില ആരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അതും ഇമാമിന്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠത ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ മുട്ടിലെഴഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് വന്നേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാ ഒന്നാമത്തെ സഫ്ക്ക് വേണ്ടെന്നാ പറയുന്നത്. അത് വേണ്ട ഉസ്താദെ. നേരെ ചൊവ്വ ഇഴഞ്ഞിപ്പം വന്നിട്ടുണ്ട് പള്ളിയിൽ, എന്നാൽ പോലും പള്ളിയുടെ വാതിക്കരുന്നിട്ട് സിഗരറ്റ് വലിച്ച് ഇങ്ങനെ നിൽക്കാം. പള്ളിയിൽ ഉസ്താദിൻ്റെ ബാത്റൂമിനെ താക്കോൽ വാങ്ങിച്ചിട്ട് അതിനകത്ത് കയറിയത് വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുക, ആഹത്തായിട്ട് സിഗരറ്റ് വലിക്കുക പള്ളിയിലെ ബാത്റൂമിനകത്ത്. ചിലർക്ക് അങ്ങനെയാണ്, പള്ളിയിലെ ബാത്റൂം കാണുമ്പോൾ ഒന്ന് വലിക്കാൻ തോന്നും, അതിനകത്ത് ഇരിക്കുക അരമണിക്കൂർ. ഏത്തിക്കാഫ് പള്ളിക്കകത്ത് ഏത്തിക്കാഫില്ല, വെളിയിൽ. പള്ളിക്കകത്ത് കയറിയാലോ ഒതു എടുക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഇങ്ങനെ വസ്വാസ് കളിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര വെള്ളം കളയുന്നത്. ഇബ്നു ഉഖൈൽ റഹിമഹുള്ളയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഇന്നി കുന്തു അഗ്സിലുൽ വുദുഅ ഫഅഖൂലു ഫീ നഫ്സി മാ ഗസൽതു വഇന്നി ഇദാ കബ്ബർതു ഫഅഖൂലു ഫീ നഫ്സി മാ കബ്ബർതു ഫമാദാ തറാ ഫിയാ. ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ഇബ്നു ഉഖൈൽ റഹിമഹുല്ലാഹ്, ഇബ്നു ഉഖൈൽ, അല്ലയോ ഇബ്നു ഉഖൈൽ, എനിക്കൊരു മസ്അല ചോദിക്കാനുണ്ട്, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ വുളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സ് പറയും ഞാൻ വുളു ചെയ്തിട്ടില്ല. ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം എൻ്റെ മനസ്സ് പറയും മാ കബ്ബർതു, ഞാൻ തക്ബീർ കെട്ടിയിട്ടില്ല. ഫമാദാ തറാ ഫിയ, നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുന്നത്? അല്ലേ, ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, വുളു എടുക്കാൻ ഇങ്ങനെ പൈപ്പ് തരും, ടാങ്കിലെ വെള്ളം മുഴുവൻ ഹൈവാൻ കളയും, അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. വസ്വാസ്, ഹൗദിനകത്ത് വെള്ളം ഇങ്ങനെ കൈയിട്ടിട്ടിരിക്കുകയാണ്, ഓളം എല്ലാം നിലച്ചതിന് ശേഷം ഓളം വെള്ളം പൊക്കിയെടുക്കുകയുള്ളൂ. അങ്ങനത്തെ വസ്വാസ് ഇപ്പം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഇടക്കാലത്ത് ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ തക്ബീറത്തിൽ ഏറാൻ കെട്ടാൻ നിന്ന് ഇത് തന്നെ കളി. ഇമാമ് റുക്കുയിൽ പോകുമ്പോൾ ഹൈവാൻ്റെ വസ്വാസൊക്കെ തീർന്ന് വേഗം ചാടി ഇറങ്ങി വേഗം റുക്കുയിലേക്ക് പോയേക്കും. അതുവരെ ഈ വസ്വാസ കണ്ടിട്ടല്ലേ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പം അങ്ങനെ വസ്വാസമുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, എനിക്കിതുപോലെ വസ്വാസുണ്ട്, ഞാൻ ഒളു എടുത്തത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സ് പറയും ഒളു എടുത്തിട്ടില്ല എന്ന്. തക്ബീർ കെട്ടി, തക്ബീറത്തുൽ ഇഹ്റാം ഒരു തക്ബീർ കെട്ടിയിട്ടുണ്ട്, കെട്ടിയതിന് ശേഷം എൻ്റെ മനസ്സെന്ന് പറയും കെട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും അഴിച്ചു കെട്ടും. ഒളു എടുത്തിട്ടില്ല എന്ന് മനസ്സ് പറയുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒളു എടുക്കും. അങ്ങനെ തന്നെയുള്ള കളിയാണ്. എന്താണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ലാ തജിബു അലൈക സ്സലാ, നിനക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. നിനക്കെന്ത് നിർബന്ധമില്ല? നിർബന്ധമില്ല. അപ്പോൾ ഇദ്ദേഹം ചൂടായി. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഒരു മസ്അല ചോദിക്കുമ്പോൾ മുസ്ലിയാരെ കളിയാക്കുവാണ്. ഞാൻ നിങ്ങളോടൊരു മസ്അല ചോദിച്ചപ്പോൾ നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറയാൻ, അതെന്താ അർത്ഥത്തിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലദീ യഗ്സിലുൽ ഉദ്വ ഫയഖൂലു ഫീ നഫ്സിഹി മാ ഗസൽതു
والذي يكبر فيقول في نفسه ما كبرت فهذا അസ്ലിയ മജ്നൂൻ. ഒളു എടുത്തതാകുന്ന ആള് ഒളു എടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിന്റെ യുക്തി? ഒളു എടുത്തു എന്നുള്ളത് അവന് ഉറപ്പാണ്, എന്നിട്ട് അവന് പറയുന്നു ഞാൻ ഒളു എടുത്തിട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് കൈ കെട്ടിയതാകുന്ന വ്യക്തി പറയുന്നു ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ല എന്ന് പറയുന്നവൻ ഫഹാദ അസ്ലിയുൻ മജ്നൂൻ, ഇവൻ യഥാർത്ഥ ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്. വൽ മജ്നൂനു ലാ തജിബു അലൈഹി സ്വലാ, ഭ്രാന്തന്റെ മേൽ വിശുദ്ധമായ ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അമാ സമിഅത ഖൗലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിയൽ ഖലമു അനിൽ മജ്നൂൻ, ഭ്രാന്തനായ വ്യക്തിയെ തൊട്ട് നാളെ ആഖിറത്തിൽ ചോദ്യമില്ല. അവന് നമസ്കാരം വേണ്ട, നമസ്കാരം വേണ്ട എന്നറിയില്ലേ? അവൻ നമസ്കരിക്കാത്തതിന്റെ പേരിൽ അവന് ഹിസാബ് ഇടപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്, നീ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടില്ല എന്ന് വാദിക്കുന്നവനല്ലേ? നീ വുളൂ ചെയ്തതിന് ശേഷം വുളൂ എടുത്തിട്ടില്ല എന്ന് വസ്വാസ് പറയുന്നവനല്ലേ? നീ യഥാർത്ഥത്തിൽ ഭ്രാന്തനാണ്. ഭ്രാന്തന് ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല. ആ ഒരൊറ്റ വാക്ക് പറയുന്നതോടുകൂടി അവന്റെ ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞാൽ വസ്വാസ് അങ്ങ് പോയി. അപ്പോൾ വസ്വാസിന്റെ അഹ്ലുകാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, മാറ്റിയെടുത്തോ. മാത്രമല്ല പള്ളിയിലെ വെള്ളത്തിൽ അതിന് വെള്ളം കളയാനും പാടില്ലല്ലോ. ഇപ്പം ഞാൻ അതിൽ പോകുന്നില്ല, അതൊക്കെ വേറെ വിഷയത്തിലേക്ക് പോകും. യുസന്നു തസ്ലീസു കുല്ലും മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. അങ്ങനെയാണ് മസ്അല. യുസന്നു തസ്ലീസു കുല്ലും മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ, എല്ലാ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. ഇവിടെ ശ്രദ്ധിക്കണം, മസ്അല പറയാൻ. എന്താണ് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ആയിക്കോട്ടേക്ക് വിടുന്നുണ്ട്. ഇല്ല, ക്ഷീണമുണ്ട്. ഞാനാണ് യഥാർത്ഥത്തിൽ നല്ല ക്ഷീണിക്കേണ്ടത്. നിങ്ങൾ നല്ലപോലെ ഇരിക്കും. ഞാൻ കോമഡി പാട്ടൊന്നും പറയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനതിൽ പെടും. ആയത്തു ഹദീസ് ഓതി കാര്യം പറഞ്ഞു പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു മടുപ്പുണ്ട്. ആണോ? ഇല്ല. പിന്നെ മഹാന്മാർ ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കോമഡിയും പറയാൻ പാടില്ല. ആയത്തു ഹദീസ് ഓതി അവരുടെ പൊരുത്തം വാങ്ങിയിട്ട് പോവാൻ. അല്ലാഹു നമുക്ക് അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്നതിന് പേടിയാണ്. കാരണം നമ്മുടെ പിൻഭാഗം അവരിലേക്ക് തിരിച്ചിട്ടിരിക്കുന്നതിനൊരു അതബുകേടാണ്. പേടിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. 3 പ്രാവശ്യം വെച്ച് കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ തടവലും കഴുകലും സുന്നത്താണ്. തടവപ്പെടുന്ന അവയവം അറിയാമല്ലോ, ചെവി തടവുന്നതാണ്, തല തടവുന്ന അവയവമാണ്. അങ്ങനെ തടവപ്പെടുന്നത് കഴുകപ്പെടുന്നത് മുഖവും കയ്യും ഒക്കെ, അതൊക്കെ എന്താണ് 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. പക്ഷെ വയുക്റഹു സിയാദതു അലൈഹാ, നിന്റെ സ്വന്തം പൈസ മുടക്കിയിട്ട് നിന്റെ വീട്ടിലുള്ളതാകുന്ന വെള്ളമാണ്, നിന്റെ സ്വന്തം പൈസ മുടക്കി കിണറ്റിൽ നിന്ന് നീ വെള്ളം ഒരു മോട്ടോർ മുഖേന ടാങ്കിലേക്ക് അടിച്ചു കയറ്റി, എന്നിട്ട് ആ വെള്ളം തന്നെ നീ 4ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുകയാണ് എങ്കിൽ, അനാവശ്യമായിട്ടാണ് ഉപയോഗമെങ്കിൽ അത് കറാഹത്താണ്. പണ്ഡിതന്മാർ പറയാം, നിന്റെ സ്വന്തം വീട്ടിലുള്ള വെള്ളത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വഹറാമുൻ ഇദാ കാന മുസബ്ബല, ആ 4ാമത്തെ പ്രാവശ്യം വെള്ളമെടുക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയുടേതാകുന്ന പൈപ്പിൽ നിന്നാണ് എങ്കിൽ, ഹൗദിൽ നിന്നാണ് എങ്കിൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, നിനക്ക് ശിക്ഷ ലഭിക്കും. പഠിച്ചു വെച്ചോ. അങ്ങനെയാണ് മസല. ഇത് നല്ല ലെക്സിൻ്റെ സോപ്പ് വരുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക, എന്നിട്ട് തല കഴുകുക. ആചാര് ഇവിടെ നിന്നിട്ട് പള്ളിയിലെ പൈപ്പ് തുറന്നു വെച്ചിട്ട് റാഹത്തായിട്ട് കുളിക്കുക. ഇവിടെ വന്നിരുന്നു ഒരുപാട് പേനുണ്ട്, കുറച്ച് ദിവസമായി കുളിച്ചിട്ട്. പള്ളിയിലെ വെള്ളം നല്ല തണുപ്പുണ്ട്, റാഹത്ത്. അരുവിക്കര ഡാമിൽ നിന്ന് ഒഴുകി വരികയാണ്, റാഹത്തായിട്ട് വെള്ളം മൊത്തവും മുഴുവൻ തല കഴുകി കുളിക്കുക. ഇതാണ് പരിപാടി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശ്രദ്ധിക്കാതെ. അതുപോലെ ചെരുപ്പ് നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകുക പള്ളിയിലെ വെള്ളത്തിൽ. അതൊക്കെ നാളെ ഹിസാബിടപ്പെടും. പൊതു സ്വത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചോ. അത് കമ്മറ്റിക്കാരായാലും ശരി, അല്ലാത്തവരായാലും ശരി, അദാബാണ്. അള്ളാഹു ആക്കട്ടെ. ഒക്കെ സൂക്ഷിച്ചോണം. പൊതു സ്വത്തിൽ നിന്നുള്ളതാകുന്ന ഉപയോഗം വളരെയേറെ ശ്രദ്ധിക്കണം. പള്ളിയുടെയൊക്കെ സ്വത്ത് അത് വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഇബാദത്താകുന്ന ഒളു എടുക്കുന്ന കാര്യത്തിൽ ഈ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിലോ? ഒളു എടുക്കുന്നത് ഒരു ഇബാദത്തിന് വേണ്ടിയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കാൻ. അതിൽ തന്നെ 3 പ്രാവശ്യം കഴിഞ്ഞ് 4ാമത്തെ പ്രാവശ്യം എടുക്കുന്ന വെള്ളം
അനാവശ്യമായിട്ട് നീ എടുക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. ഹറാമുൻ ഇദാകാന മുസബ്ബല. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ എത്ര സൂക്ഷിക്കണം നമ്മൾ എത്ര സൂക്ഷിക്കണം. നമ്മുടെ ഈ ഘട്ട ജീവിതം, ഇപ്പോൾ വസിക്കുന്നതാകുന്ന ഈ 60-70 വയസ്സുള്ളതാകുന്ന ഈ ഘട്ട ജീവിതം നന്നാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് റെഡിയാക്കിയാൽ മതി. ഇനി കുറഞ്ഞ ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലേക്ക് നല്ല അമൽ ചെയ്യുകയും ഈ സദസ്സിൽ വെച്ച് നമ്മൾ തൗബ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഞാൻ പൊറുക്കലിനെ തേടുന്നു, നീ അഫു ചെയ്യണേ അല്ലാ. കള്ളു കുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, സിനിമ കണ്ടുപോയി, അശ്ലീലത രചിച്ചു പോയി, എല്ലാം നീ പുറത്ത് അഫു ചെയ്യണേ എന്ന് പറഞ്ഞ് നാഥനായ റബ്ബിലേക്ക് ഷെയ്ഖിൻ്റെതാകുന്ന സമീപത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പരിശുദ്ധമായ ശഅബാൻ്റെ പവിത്രമായ രാവിലെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ടൊരു പുതിയ ജീവിതം തുടങ്ങാണ്. റമദാൻ വരികയാണ്. റമദാന് മുമ്പ് നല്ലൊരു പുതിയ ജീവിതം നമ്മൾ തുടങ്ങും. റമദാൻ തീരുമ്പോഴേക്ക് 40 ദിവസം നമുക്ക് കിട്ടും. 40-ന് മുകളിൽ കിട്ടും. ആ 40 ദിവസം ജുമുഅ ജമാഅത്തുകളൊന്ന് കൃത്യത വെക്കിൽ. മഹാന്മാർ പഠിപ്പിക്കുന്നു, ജുമുഅ ജമാഅത്തുകൾ 40 ദിവസം കൃത്യത വെച്ചാൽ കാപട്യത്തിൽ നിന്ന് ഒഴിവാകും, നരകമോചനം അള്ളാഹു തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 കാര്യം കിട്ടും. ഒന്ന്, ഹൃദയത്തിൽ കാപട്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ ഈമാൻ്റെ വക്താവാകും. ഈമാൻ്റെ മാധുര്യം കൂടും. 5 വക്കത്ത് പള്ളി വരണം. സിയാറത്ത് മാത്രം കൊണ്ട് രക്ഷപ്പെടൂല, പള്ളിയിൽ വരണം, നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം ഫറളാണ്, ഇത് സുന്നത്താണ്. 2 വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുന്നികളാണ്, 2 വേണം. പക്ഷെ നിസ്കാരം ഒഴിച്ചിട്ടുള്ള ഒരു സിയാറത്ത് അത് നമുക്ക് പാടില്ല. നിസ്കാരം വളരെ ഗൗരവമായി നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഫർദ് നിസ്കാരം, 5 വക്കത്ത് നിസ്കാരം, അത് നിർബന്ധമാണ്. അത് നിസ്കരിക്കാത്തവരെ വിലായത്തിൻ്റെ മർത്തബയിലേക്ക് മഹാന്മാർ എണ്ണിയിട്ടില്ല. ചില കള്ളത്തൊരീക്കത്തുകളൊക്കെ ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പൊന്തി വരുന്നുണ്ട്. അവർ പറയുന്നത് എന്താ, വാ അടുത്ത് വിളിച്ചിട്ട് പറയും, മോനെ നിസ്കരിക്കൊന്നും വേണ്ട, ഞാൻ കുറച്ച് ദിക്ർ പറഞ്ഞു തരാം, ആ ദിക്ർ നീ അങ്ങ് ചെല്ലിയാൽ മതി, നല്ല ഉന്നതമായ പദവിയിലേക്ക് എത്തും എന്ന് പറഞ്ഞ് പാവപ്പെട്ട സാലിഹ്യങ്ങളാകുന്ന നിസ്കാരമുള്ള ഉമ്മമാരെയും ഉപ്പമാരെയും ചെറുപ്പക്കാരെയൊക്കെ വഷളാക്കുന്ന ധാരാളം കള്ളത്തൊരീക്കത്തുകൾ നമുക്കിടയിൽ വല്ലാതെ വ്യാപിച്ചു വന്നിട്ടുണ്ട്. കള്ള ജിന്നുമ്മമാരും ജിന്നുപ്പമാരും കടന്നു വന്നിട്ടുണ്ട്. 99% അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണ്ട. നമുക്കിവിടെ നല്ല സമുന്നതരായ ആലിമികളിവിടെ ഉണ്ടല്ലോ, നമ്മുടെ സാദാത്തികൾ ഉസ്താദുമാരിവിടെ ഉണ്ടല്ലോ. അവരോട് മസലകൾ ചോദിക്കുന്നു, അവരോട് കാര്യങ്ങൾ പറയുന്നു, അവർ നമ്മുടെ ഹാജത്തുകൾ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നു. അവരെന്തെങ്കിലും ആയത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ എന്തെങ്കിലും അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരാളെയും കുത്തുബായിട്ട് കാണേണ്ടതില്ല. അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട ഉമ്മമാര് പോകുകയേ അരുത്. കാരണം ഇന്ന് ലോകം ആത്മീയ ചൂഷണത്തിന് വലിയ വില കൊടുക്കേണ്ടതാകുന്ന ഘട്ടമാണ്. ഒരുപാട് ആളുകൾ പണം പിഴുങ്ങാനായിട്ട് മാത്രം നിലകൊള്ളുന്ന ധാരാളം ആളുകൾ. ഗൗരവത്തിൽ നമ്മൾ കാണണം. ആരാണ് യഥാർത്ഥ സൂഫി? ആരാണ് വലിയ എന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥം അറിയോ? വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ വലിയോ അൽ ആരിഫു ബില്ലാഹ് ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അലാ ത്വാആത്ത് അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാത്തി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്ത്. ശറഹുൽ അഖായിദിൽ കാണാം വലിയ എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ നിർവചനം പഠിച്ചു വെച്ചോ. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ. അള്ളാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവുള്ള വ്യക്തിക്ക് വലിയ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നല്ല അറിവുണ്ടായിരിക്കണം. മസല ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ മറുപടി കൊടുക്കത്തക്ക രീതിയിലുള്ള നല്ല വിവരം വേണം. അല്ലാതെ ഒരു 10 മിനിറ്റ് കേട്ടോ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയിരുന്നിട്ട് വേറെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് മറുപടി കിട്ടിക്കഴിയുമ്പോൾ ഇറങ്ങി വന്ന് ഫത്വ കൊടുക്കുന്ന ആളല്ല. അതല്ല വലിയ. മനസ്സിലാക്കണം നിങ്ങൾ. വലിയെന്ന് പറഞ്ഞാൽ മസലകൾ അക്യുറേറ്റ് ആണ്. അള്ളാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പോലെ 33 വർഷമാണ് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം ചെലവഴിച്ചത്. എത്ര കൊല്ലമാണ് പറയും മനുഷ്യന്മാരെ? 33 വർഷം. മിൻ കുല്ലി ഫന്നി സുർതു ഫിൽ അസ്രി ഔഹദൽ ഉലമാഇ
33 വർഷമാണ് ബഹുമാനപ്പെട്ടതാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിജ്ഞാനം പഠിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചത്. ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ അനന്തരമായി കൊടുത്തതാകുന്ന ഉമ്മയുടെ കൈവശം കൊടുത്തതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന 40 സ്വർണ്ണ നാണയം അത് അദ്ദേഹം ഇതാ കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ കൊള്ളക്കാർ വരുന്നു, തപ്പി നോക്കുന്നു, കാണുന്നില്ല. അവസാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്നു. ഉടുപ്പിൻ്റെതാകുന്ന പിന്നാമ്പുറ ഭാഗത്ത് തയ്ച്ചു വെച്ചിരിക്കുന്നു. കളവ് പറയരുതെന്ന് ഉമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് സത്യം പറഞ്ഞത് എന്ന് കള്ളന്മാരോടത് പറയുമ്പോൾ കൊള്ളസംഘം മുഴുവനും പരിപൂർണമായി ഇസ്ലാമതം പുലയാണ്. കള്ളം പറയാത്തതിൻ്റെ പേരിൽ, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിജയം ഉൾക്കൊള്ളുകയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആ കൊള്ളസംഘം മുഴുവനും ശൈഖ് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുകയാണ്. അവിടുന്ന് തുടങ്ങുന്നു അവിടുത്തെ ചൈത്രയാത്ര. 33 വർഷമാണ് വിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി അവിടുന്ന് ചെലവഴിച്ചത്. ഞാൻ എല്ലാ ഇൽമിൻ്റെ ശാഖോപശാഖകളിൽ മുങ്ങിക്കുളിച്ചു. ഞാൻ പഠിക്കാത്തതാകുന്ന ഖുർആനിക തഫാസീറുകളില്ല, പഠിക്കാത്തതാകുന്ന ഹദീസിൻ്റെതാകുന്ന ശാഖോപശാഖകളില്ല, നിദാന ശാസ്ത്രമില്ല, ഗോളശാസ്ത്രമില്ല, എല്ലാ വിജ്ഞാന ശാഖകളിലും ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 33 കൊല്ലം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതൊക്കെയാണ് ഒരു ആലിം. ഇന്നൊരു ആലിമാകണമെങ്കിൽ 8 വർഷമാണ് പഠിക്കേണ്ടത്. 8 വർഷമാണ് സാധാരണ ഇന്നൊരു ആലിം കോഴ്സിന് പഠിക്കേണ്ടത്. അതും വലിയൊരു വിലയാണ്. ഇന്നൊരു ഡോക്ടർ എടുക്കണമെങ്കിൽ MBBSന് 5 കൊല്ലമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഡോക്ടറേറ്റ് എടുക്കുന്ന എത്ര വർഷമാണ്? 5 വർഷമാണ് MBBSൻ്റെ കോഴ്സിൽ. അതിനു മുമ്പ് പഠനം വേണം. എന്നാൽ ഒരു ആലിമാകാൻ വേണ്ടി പഠിക്കുന്നത് എത്ര വർഷമാണ്? 8 കൊല്ലമാണ്. ഇതിന് ശേഷം ചിലപ്പോൾ 2 കൊല്ലം ചിലപ്പം ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കാൻ വേണ്ടി മറ്റ് കോളേജുകളിലേക്ക് പോകാറുണ്ട്. വലിയ കോളേജുകളിലേക്ക് പോയി ബിരുദം എടുക്കാറുണ്ട്. അങ്ങനെ ബിരുദം എടുത്ത് വന്ന ഉലമാക്കളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഉസ്താദുമാരൊക്കെ. അള്ളാഹുവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. അപ്പോൾ അവർ തികഞ്ഞ ആലിമീങ്ങളാണ്. ഖുർആന്റെ അർത്ഥങ്ങൾ കൃത്യമായി അവർക്ക് വായിച്ചറിയാൻ പറ്റുന്നവരാണ്. ഹദീസുകൾ, പരിശുദ്ധ പ്രവാചകന്റെ വചനങ്ങൾ, അറബി വാക്യാരണങ്ങൾ അത് കൃത്യമായി അതിൻ്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കുകയും ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുറ്റതാകുന്ന പണ്ഡിതന്മാരാണ്, ബിരുദം നേടിയതാകുന്ന ആലിമീങ്ങൾ. അവരുടെ പിന്നിൽ അവരോട് നമ്മൾ ചോദിച്ചാൽ മതിയല്ലോ. നമുക്ക് എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുണ്ട്. അവരെ മനസ്സിലാക്ക്. നമ്മൾ വലിയെന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് 10 പേരിൽ 50 മോതിരം ഇട്ട് പച്ച പൊതിച്ച് ഏതെങ്കിലും മക്കാമിലിരിക്കുന്ന ഒരു ശൈഖിനെ കണ്ട വലിയ തവാല്, നമ്മൾ ഭയങ്കര സംഭവമായി, നമ്മുടെ കാര്യമൊന്ന് സലാമത്താക്കി തരണേ എന്ന് പറയാണ്. മയിൽപ്പീൽ വെച്ച് 2 തടവല് തടി, 2 ഉഴിയൽ ഒഴിഞ്ഞ് കഴിഞ്ഞ ഹറാബ് നാശിച്ച് ഇവൻ്റെ ജീവിതം മുഴുവൻ പോയി. അള്ളാഹു ആക്കട്ടെ. നിങ്ങളെന്തിനാ ഈ മയിൽപ്പീലിൻ്റെ അടികൊള്ളാനൊക്കെ നിൽക്കുന്നത്? ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സുന്നികളാണ്, പക്ഷെ ആ സുന്നിസ് ഓവറാകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് നമ്മൾ നിലകൊള്ളണം. സിയാറത്ത് പുണ്യമാണ്, പുണ്യമല്ല എന്നല്ല. ആ സിയാറത്ത് ഖബറിനെ പറ്റി ചിന്തിക്കാൻ ഉപോത്ബലകമാകണം, മഹ്ശറയെ പറ്റി ചിന്തിക്കാൻ ഉപോത്ബലകമാകണം.